ഹായ്, നമുക്ക് കുറച്ച് വിശേഷങ്ങൾ കാണാം. വേളൂരി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് തേങ്ങാക്കറിയും വറക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. തേങ്ങ എടുത്ത് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചുവന്നുള്ളി, 2 അല്ലി ചുവന്നുള്ളി, വെള്ളം ചേർത്ത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കാം. പച്ചമുളക്, തക്കാളി, കറിവേപ്പില ഇതെല്ലാം ഒരു പാത്രത്തിലോട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. വേളൂരി നമ്മൾ തേങ്ങാക്കറി വെക്കാനാണ് പോകുന്നത്. പച്ചമുളകും എല്ലാം അരിഞ്ഞെടുക്കാം. കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്ത് അന്നേരത്തേക്ക് നമ്മുടെ അരപ്പ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അത് വെള്ളമെല്ലാം ചേർത്ത് എല്ലാം കലക്കി അടുപ്പ് കത്തിച്ച് നമ്മൾ അടുപ്പിലോട്ട് വെച്ചു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി വേണമായിരുന്നു. എല്ലാം ഇളക്കി നോക്കി പരുവത്തിനെടുക്കുക. പുളി കഴുകി പുളിയെടുത്ത് കറി തിളയ്ക്കാൻ വെച്ച്. പിന്നെ നമുക്ക് കിഴങ്ങും മെഴുക്ക് വറ്റിക്കാം. കിഴങ്ങും സവാളയും പച്ചമുളകും എടുത്ത് അന്നേരത്തേക്ക് നമ്മുടെ കറി തിളച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഇളക്കി റെഡിയാക്കിയിട്ട് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീനെല്ലാം കഴുകി വെച്ചത് ഒഴുക്ക് വെള്ളം ഒഴിച്ച് മീനും കറിക്കൊട്ട് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഇട്ട് നമ്മൾ ഇളക്കണ്ട. വേളൂരിയാണ്, പൊടിഞ്ഞു പോത്തതേ ഉള്ളൂ. അങ്ങനെ എല്ലാം റെഡിയാക്കി കറി തിളയ്ക്കാൻ വെച്ച് മീൻ വറക്കാനുള്ളതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത് അതിനെ നമ്മൾ പുരട്ടി മാറ്റി വെച്ചു. എന്നത്തേക്ക് നമ്മുടെ കിഴങ്ങെല്ലാം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കിഴങ്ങെല്ലാം അരിഞ്ഞെടുത്തു. സവാള എല്ലാം അരിഞ്ഞു. പച്ചമുളകും കറിവേപ്പില എല്ലാം ചേർത്ത് അടുപ്പിലോട്ട് പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കിഴങ്ങും ഉള്ളിയെല്ലാം കൂടി വാരിയിട്ടു. ഉപ്പും ചേർത്ത് ഇളക്കി ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല. അത് വെച്ചു. അന്നേരത്തേക്ക് നമ്മുടെ കറിയെല്ലാം തിളച്ച് റെഡി ആയിട്ടുണ്ട്. അന്നേരത്തേക്ക് നമ്മുടെ കിഴങ്ങും ഒരു സൈഡിൽ കൂടി വേകുന്നുണ്ട്. തുള്ളി ഇച്ചിരി മുളക് പൊടിയും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ ഇളക്കി ഒന്നും കൂടി ഒന്ന് അവിയാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചു. നമ്മുടെ കിഴങ്ങ് മെഴുക്കുവരട്ടിയും റെഡിയായി. വേളൂരി കറിയുമായി. ഇനി നമുക്ക് വൻപയറും മത്തങ്ങായും കൂടി നമുക്ക് എരിശ്ശേരി വെക്കാം. അതിന് വൻപയർ കഴുകി വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് കുക്കറിലോട്ട് വേവിക്കാൻ വെച്ച് 6 വിസിലടിക്കണം. അന്നേരത്തേക്ക് നമ്മുടെ മത്തങ്ങ എല്ലാം കഴുകി നമ്മൾ വൃത്തിയാക്കി എടുത്തു. തേങ്ങ എല്ലാം റെഡിയാക്കി 2 പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ചുവന്നുള്ളിയും ചേർത്ത് നമ്മൾ ചായച്ചെടുത്തു. അന്നേരത്തേക്ക് നമ്മുടെ വൻപയറെല്ലാം റെഡിയായി. മത്തങ്ങായും ചേർത്ത് 2 വിസിലും കൂടി നമ്മൾക്ക് അടിച്ചെടുക്കണം. മത്തങ്ങ എല്ലാം ചേർത്ത് കൊടുത്തു. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇച്ചിരി ഉപ്പ്, നമ്മൾ നേരത്തെ പയറിന് മാത്രമുള്ള ഉപ്പാണ് ഇട്ടത്. മത്തങ്ങായും കൂടി പിടിക്കുന്നതുകൊണ്ട് ഉപ്പ് ഇട്ട് കുക്കർ അടച്ച് വെച്ചു. അത് 2 വിസിൽ അടിക്കണം. അടിച്ചു കഴിഞ്ഞപ്പോൾ അതും റെഡിയായി. നമുക്ക് അന്നേരത്തേക്ക് പാത്രം വെച്ചു. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഈ വേവിച്ചെടുത്ത മത്തങ്ങായും വൻപയറും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക. ചേർത്ത് അരപ്പും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ എരിശ്ശേരി റെഡിയായി. താളിച്ചപ്പോൾ കറിവേപ്പില ചേർക്കാൻ മറന്നുപോയി. ലാസ്റ്റാണ് ചേർത്തത്. തിളപ്പിച്ചെടുക്കുക.